ഹായ് ഫ്രണ്ട്സ്, ഈ എപ്പിസോഡിൽ ഒരു മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഒരു മാസ്ക് വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. കൊറോണ വൈറസ് ലോകമെമ്പാടും ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മാസ്ക് ലഭിക്കാൻ കിട്ടാതെയും വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒരു മാസ്ക് വീട്ടിലുണ്ടാക്കുക, നമുക്ക് ഉപയോഗിക്കാനുള്ള മാസ്ക് വീട്ടിലുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ഈ മാസ്ക് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ ഫിറ്റ് ആണ് ഈ മാസ്ക്. ഏത് രോഗാണുവിനെയും തടയുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഈ ഒരു മാസ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമുക്ക് വെച്ച് കാണിക്കാം. വെക്കുമ്പോൾ തന്നെ കാണാം, വളരെ ഫിറ്റ് ആണ്, വളരെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഫുൾ എയർ ടൈറ്റ് ആണ്, അതായത് ഒട്ടും തന്നെ വായു അകത്തേക്ക് പ്രവേശിക്കാതെ വണ്ണം ഫുൾ കംഫർട്ടായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു തരം മാസ്ക് ആണ്. ഈ മാസ്ക് തയ്ക്കുവാൻ ഒട്ടും പാടില്ല. അല്പം വെള്ള തുണി ഉണ്ട് എങ്കിൽ ഇത് വളരെ വേഗത്തിൽ വെട്ടിയെടുത്ത് വളരെ ലഘുവായി തയ്ക്കാവുന്നേ ഉള്ളൂ. തയ്യൽ സ്വല്പമെങ്കിലും അറിയാവുന്ന ഒരാൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തയ്ച്ചെടുക്കാവുന്ന ഒരു തരം മാസ്ക് ആണ്. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല തയ്ക്കുന്നത്. അതുകൂടാതെ തന്നെ കോട്ടൺ തുണിയാണ് ഇത് ഈ മാസ്ക് ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മാസ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 4 ലെയർ ആണ് ഈ മാസ്കിന് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രോഗാണു പോലും കയറാതെ വണ്ണം വളരെ പ്രൊട്ടക്റ്റഡ് ആണ് ഈ മാസ്കിന്റെ ഉപയോഗം. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ മാസ്ക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. മാസ്ക് ഉണ്ടാക്കുവാനായിട്ട് ഒരു വെള്ള കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഈ തുണി 2 ലെയറായിട്ട് വിരിച്ചിടുക. എന്നിട്ട് വശങ്ങൾ ഒരുമിച്ചാണോ ഇരിക്കുന്നതെന്ന് നോക്കുക. ഒരു സ്കെയിൽ എടുത്ത് ലെവലായിട്ട് ഒരു വര കൊടുക്കുക. ലെവലിൽ വരച്ച ഭാഗത്തു നിന്ന് മേളിലോട്ട് ഒരു ടേപ്പ് ഉപയോഗിച്ച് 6 അല്ലെങ്കിൽ 5.5 ഇഞ്ച് അളവ് ഒന്ന് മാർക്ക് ചെയ്യുക. അഞ്ചര അല്ലെങ്കിൽ 6 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ്സ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷമായി ഒരു 8 അല്ലെങ്കിൽ 7.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുക. 2 വശത്തും മാർക്ക് ചെയ്തതിന് ശേഷം ആ 2 വരകളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഈ 4 വരകൾ വരച്ചതിന് ശേഷമായി ഒരു കത്രിക ഉപയോഗിച്ച് ഈ വരകളിലൂടെ മുറിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് 2 ലെയറേ ആയിട്ടുള്ളൂ. ഇനി 2 ലെയറും കൂടി വേണം. അതിനായി വെട്ടിയതിന് ബാക്കിയിരിക്കുന്ന തുണിയുടെ മുകളിലേക്ക് ഈ വെട്ടിയ തുണി എടുത്ത് വെക്കുക. ലെവലിൽ വെച്ചതിന് ശേഷം നമ്മൾ മുറിച്ച തുണിയുടെ അതേ വലുപ്പത്തിൽ തന്നെ കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കുക. ഇപ്പോൾ കാണാം 4 ലെയർ ഉണ്ട് തുണി. റെക്ടാങ്കുലർ ഷേപ്പിലുള്ള 4 ലെയർ തുണി മുറിച്ചെടുത്തിരിക്കുകയാണ്. ഈ വെട്ടിയ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള തുണി മാറ്റി വെച്ചതിന് ശേഷം വള്ളി തയ്ക്കുവാനായി കുറച്ച് പീസുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു സ്കെയിൽ ഉപയോഗിച്ച് വരച്ചെടുക്കാം. വരച്ചതിന് ശേഷമായി വരയിലൂടെ വള്ളികൾ നമുക്ക് വെട്ടിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യമായ തുണികൾ വെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. 4 ലെയർ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള തുണിയും വള്ളിയും. ഇനി നമുക്കൊരു കമ്പി ആവശ്യമാണ്. ചെറിയൊരു നൂൽക്കമ്പി എടുക്കുക. ഒരു 2 ഇഞ്ച് അളവ് എടുത്ത് കട്ട് ചെയ്യുക. 2 1.5 ഇഞ്ചോ മതി. ഈ നൂൽക്കമ്പി കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് മാസ്ക് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ തയ്യൽ മെഷീനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആദ്യമേ വള്ളിയാണ് തയ്ക്കുന്നത്. വള്ളിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന തുണി എടുത്ത് 4ആയി മടക്കി വള്ളിക്ക് വേണ്ടി തയ്ക്കുക. അതുപോലെ തന്നെ മറ്റൊരു വള്ളിയും തയ്ച്ചെടുക്കുക.
ഇപ്പോൾ തയ്ച്ച വള്ളി ഒരു വശത്തേക്ക് മാറ്റി വെക്കുക, ആ നൂൽക്കമ്പി സുരക്ഷിതമായി മാറ്റി വെക്കുക. അതിനുശേഷം ആ 4 ലെയറുള്ള റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള തുണി എടുത്ത് ഒന്ന് ലെവലാക്കുക. അതിനുശേഷം ഒരു വള്ളി എടുത്ത് ഈ കാണുന്നത് പോലെ 2 ലെയറുകൾക്ക് ഇടയിൽ, അതായത് താഴെ 2 ലെയർ വള്ളി, അതിനുശേഷം 2 ലെയർ മുകളിൽ, അങ്ങനെ വരുന്നത് പോലെ വെച്ച് ആദ്യമേ സ്വല്പം തയ്ച്ച് താഴേക്ക് വരിക. അതിനുശേഷമായി ആ വള്ളിയുടെ അപ്പുറത്തെ വശം ഈ കാണുന്നത് പോലെ എടുത്ത് വെച്ച് താഴേക്ക് തയ്ച്ച് വരിക. അതിനുശേഷമായി ആ തുണി തിരിച്ച് വെച്ച് അതുപോലെ തന്നെ 2 ലെയറുകൾക്ക് ഇടയിൽ 2 ലെയർ ആദ്യമേ, അതിന് മുകളിൽ വള്ളി, അതിന് മുകളിൽ 2 ലെയർ തുണി, അങ്ങനെ വരുന്നത് പോലെ വെച്ച് തയ്ക്കുക. പകുതി എത്തുമ്പോൾ നിർത്തിയതിന് ശേഷമായി ആ വള്ളിയുടെ മറ്റേ വശം മുമ്പേ ചെയ്തതുപോലെ തന്നെ താഴേക്ക് എടുത്ത് വെച്ച് ബാക്കി കൂടെ തയ്ച്ചെടുക്കുക. ഇനി ആ നൂൽക്കമ്പി വെക്കുന്ന പ്രോസസ്സാണ്. അതിനായി ആ വള്ളി ഒരു വശത്തേക്ക് മാറ്റി വെക്കുക, അടിപ്പ് അതിലേക്ക് കയറാത്ത പോലെ മാറ്റി വെക്കുക. നമുക്ക് നൂൽക്കമ്പി ഇങ്ങനെയാണ് വെക്കേണ്ടത്. നൂൽക്കമ്പി തൽക്കാലം മാറ്റി വെച്ച് വെട്ടി വെച്ചിരിക്കുന്ന ആ വള്ളിക്കുള്ള പീസ് എടുക്കുക. എന്നിട്ട് 2ആയി മടക്കി ആ നടുക്ക് ഭാഗം വരുന്നത് പോലെ വെച്ച് അങ്ങ് അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ തയ്ച്ചെടുക്കുക. വളരെ ചേർത്ത് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷമായി തയ്ച്ച് വെച്ചിരിക്കുന്ന ആ ചെറിയ പീസ് തുണിയിലേക്ക് ആ നൂൽക്കമ്പി എടുത്ത് ചേർത്ത് വയ്ക്കുക. മുമ്പത്തെ പോലെ തന്നെ അങ്ങറ്റത്തു നിന്ന് ഈ നൂൽക്കമ്പിയുടെ ഇടതുവശത്തുകൂടി ഇങ്ങറ്റം വരെ തയ്ക്കുക. തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, സൂചി ഈ കമ്പിയിൽ കൊള്ളുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ നമ്മുടെ നൂൽക്കമ്പി സെറ്റായിട്ടുണ്ട്. ഇനി ഈ കാണുന്നത് പോലെ തന്നെ ആ 2 ലെയർ ഉള്ള ഭാഗം ഇങ്ങനെ എടുത്ത് തിരിച്ച് നമുക്കെടുക്കണം. അതിന് മുൻപായി ആ കോർണർ ഭാഗത്ത് ചെറിയൊരു കൊത കൊടുക്കാം. തയ്യലിൽ മുട്ടരുത്. തയ്യലിൻ്റെ ഇപ്പുറ ഭാഗത്തായി ചെറിയൊരു കൊത കൊടുക്കുക. അപ്പോൾ ഇത് മറിച്ചിടുന്ന സമയത്ത് വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഇരിക്കും. ഒരു സൂചിയോ സേഫ്റ്റി പിന്നോ വല്ലതും ഉപയോഗിച്ച് അകത്തേക്ക് കയറിയിരിക്കുന്ന ഭാഗം കോർണർ ഷേപ്പിലാകുവാൻ വേണ്ടി പുറത്തേക്ക് എടുക്കുക. അങ്ങനെ 2 വശവും കോർണർ നല്ല ലെവലിലാക്കുക. ഇനി നമ്മൾ ഫ്ലീറ്റ്സ് ഇടുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മെഷീനിലേക്ക് ഈ മാസ്ക് എടുത്ത് വെച്ചിട്ട് ചെറുതായി ഈ കാണുന്നത് പോലെ ഫ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുക. 3 ഫ്ലീറ്റ്സ് ആണ് ഇടുന്നത്. അതേപോലെ തന്നെ മറ്റേ വശവും 3 ഫ്ലീറ്റ്സ് ഇടുക. തയ്യലിനൊരു ഫിനിഷിങ് ലഭിക്കുവാനായി ഫ്ലീറ്റ്സ് ഇട്ടിരിക്കുന്ന ആ അടുപ്പിൻ്റെ തൊട്ടപ്പുറത്തൂടെ തന്നെ ഒരു അടുപ്പ് കൂടെ കൊടുക്കാം. 2 വശത്തും അങ്ങനെ തന്നെ കൊടുക്കാവുന്നതാണ്. മറ്റൊരു വള്ളിക്കുള്ള പീസ് എടുത്ത് ഇപ്പോൾ ഫിനിഷിംഗ് ഇല്ലാതെ അല്ലെങ്കിൽ തയ്യൽ ഇല്ലാത്ത ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ച് വെച്ച് തയ്ക്കുക. ഈ കാണുന്നത് പോലെ ആ തയ്ച്ച തുണി തിരിച്ച് മടക്കി വെച്ച് ഫിനിഷിംഗ് ആയി തയ്ച്ചെടുക്കുക.
ഇപ്പോൾ നമ്മുടെ മാസ്ക് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഒന്ന് വെച്ച് നോക്കാം അല്ലേ, ഒന്ന് വെച്ച് നോക്കാം. ഇതാണ് സംഭവം. അല്ല, എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ്. ഇപ്പോൾ ഇതുണ്ടോ, ഈ വള്ളിയൊക്കെ നല്ല അകത്തോട്ട് വെച്ച് നല്ല ഫിനിഷിങ്ങിലാണ്. അടിപൊളിയായിട്ട് നല്ല ഫിറ്റ് ആകും. നമുക്ക് നോക്കാം, അതെല്ലാം നോക്കാം. ഇത് നമ്മുടെ മേളിൽ വെച്ചിരിക്കുന്ന കമ്പി ഇരിക്കുന്ന ഭാഗമാണ്. നമ്മുടെ മൂക്കിന്റെ വലുപ്പത്തിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ കൂടെ വെച്ചാൽ മതി. ഓക്കെ ഓക്കെ. ഒട്ടും വായു അകത്തോട്ട് കയറാത്ത രീതിയിൽ നല്ല ഫിറ്റാണ്, നല്ല കംഫർട്ടുമാണ്, ഒട്ടും ടൈറ്റ് ഇല്ല, കൃത്യം സൈസാണ്. ഈ ഒരു അളവിൽ നമ്മൾ കൃത്യം തയ്ക്കുവാണെങ്കിൽ ഈ സൈഡിൽ കൂടി ഒട്ടും എയർ കയറത്തില്ല. അതുമാത്രമല്ല 4 ലെയറാണ്. നല്ല കോട്ടൺ തുണിയിൽ 4 ലെയർ ഇട്ടാണ് ഈ മാസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഫ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ല നല്ല ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 4 ലെയർ ഇട്ടിരിക്കുന്ന ഈ തുണിക്കകത്തൂടെ രോഗാണുക്കൾ ഒട്ടും തന്നെ കയറത്തില്ല എന്നാണ് അന്താരാഷ്ട്ര ആരോഗ്യ സംഘടനയൊക്കെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മാസ്കിന്റെ ഉപയോഗം എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മാസ്കിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു, അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ ആദ്യം തൊട്ട് പ്ലേ ചെയ്ത് കാണുക. ഈ മാസ്ക് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായും ഈ ചാനലിന്റെ വളർച്ചയ്ക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഈ ഒരു പ്രയോജനകരമായ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.